ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനിച്ചിരിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 9 ലക്ഷം പേരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. പുതിയ വോട്ടർ പട്ടിക പ്രകാരം 2.69 കോടി വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. അതായത് 2,69 ലക്ഷം പേർ. 2025 ഒക്ടോബർ മാസത്തിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്നത്തേതിൽ നിന്ന് 9 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായത്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച വോട്ടർ പട്ടികയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷത്തോളം ആളുകൾ പുറത്തായിട്ടുണ്ട്. ഡിസംബർ 23 പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ 2.54 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അന്തിമ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പരാതി സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. അന്തിമ പട്ടികയിൽ പേരുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി electoralsearch.eci.gov.in എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ്. ഇത് 3 രീതിയിൽ പരിശോധിക്കാവുന്നതാണ്. സാധാരണക്കാരന് സ്വന്തം മൊബൈലിൽ ഏറ്റവും എളുപ്പത്തിൽ പരിശോധിക്കുന്ന രീതി ഞാനിവിടെ പറയാം. ഇനി SIRൻ്റെ അന്തിമ പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഫോണിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി electoralsearch.eci.gov.in എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ മലയാളം ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അതായത് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ID കാർഡ് നമ്പർ തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അടുത്തത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനാവും ആവശ്യപ്പെടുന്നത്. അവിടെ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് ക്യാപ്ച കോഡ് തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇനി പുതിയ വോട്ടർമാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അവർക്ക് ID കാർഡ് നമ്പർ അതായത് എപ്പിക് നമ്പർ ഇല്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് ഇതേ രീതിയിൽ പിന്തുടർന്നാൽ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അന്തിമ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് അപ്പീൽ നൽകാൻ ഇനിയും അവസരമുണ്ട്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ 1ാം അപ്പീൽ അധികാരിയായ ജില്ലാ കളക്ടർക്ക് 1ാം അപ്പീൽ നൽകാം. ജില്ലാ കളക്ടറുടെ തീരുമാനത്തിന് എതിർപ്പുണ്ടെങ്കിൽ 2ാം അപ്പീൽ അധികാരിയായ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാൻ സാധിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.